ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊത്തപ്പാണ് കേട്ടോ. കുറേ ദിവസങ്ങളായിട്ടുണ്ട് ഊത്തപ്പൊക്കെ കഴിച്ചിട്ട്. അത് നമ്മൾ ജസ്റ്റ് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നല്ലാണ്ട് ഇങ്ങനെ ഊത്തപ്പം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഊത്തപ്പം അതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാ ചട്നിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും കഴിച്ച് പിന്നെ റുവ ബേബിക്കും കൊടുത്ത് ചായ കുടിച്ച് സെറ്റായതിനു ശേഷം നമ്മളെല്ലാവരും റെഡിയായി. എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്നൊരു കല്യാണം ഉണ്ട് ഇവിടെ അടുത്ത് എടയ്ക്കൂർ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് പോകാന്നുള്ളതിൽ നമ്മൾ 2 കാറിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു കാറിൽ ഞങ്ങളെ ഫാമിലി, പിന്നെ ചാച്ചി എസൊക്കെ ഉണ്ടായിരുന്നു. വേറൊരു കാറിൽ ആൻറ്റിമാരും അളിയനൊക്കെ കൂടിയിട്ടാണ് വരുന്നുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇത് ക്ലാസ് ഒക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു, മൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ റിസ അതുപോലെ ബാക്കി കുട്ടീസൊന്നും ഇല്ല, വലിയൊരു മാത്രമാണ് പോകുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇതേ എസാടെ കയ്യിൽ കുറെ കുട്ടി കുട്ടി ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് റുവയുടെ കയ്യിലൊക്കെ ഒട്ടിച്ചു കൊടുത്ത കാരണം റുവ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അറോറ കാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹാളിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഹാളിൽ പോണത്. ബാക്കിയുള്ളവരൊക്കെ പറയണ്ടായിരുന്നു ഇതിന് മുൻപ് ഒരു 3 ടൈമൊക്കെ വെഡിങ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവരൊക്കെ വന്നിട്ടുണ്ട്, ഈ ഹാള് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാ. ഞാനാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കാരണം കൊണ്ട് തന്നെ ഭയങ്കര ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ഹാളായിട്ടാണ് ഫീൽ ചെയ്തത്. റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ സ്റ്റാർട്ടേഴ്സും ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയത്. പല ടൈപ്പിലുള്ള സ്റ്റാർട്ടേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഫിഷ് ഫില്ലേ, ചിക്കൻ നഗറ്റ്സ്, ചിക്കൻ പോപ്കോൺ ഒക്കെ. അതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഏരിയയിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു മെനു കാർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെയുള്ള ഐറ്റംസ് എല്ലാം എഴുതിയിട്ട്. പിന്നെ അവിടുത്തെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ. പിന്നെ ഇവരുടെ കാറ്ററിംഗുകാരുടെ സർവീസ് എടുത്ത് പറയണം, ഭയങ്കര അടിപൊളിയായിരുന്നു. അവരിങ്ങനെ നമ്മളുടെ അടുത്ത് നിന്നിട്ട് ഓരോ ഐറ്റംസും ഇട്ട് തരും, അതുപോലെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതേ പല ഐറ്റംസും അവിടുന്ന് കഴിച്ച് അതിനുശേഷം പിന്നെ ഡെസേർട്ടായിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഐസ്ക്രീം ഒഴികെയുള്ള ബാക്കി പുഡിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റുവ ബേബിക്ക് എസുള്ളതുകൊണ്ട് ഹാപ്പി ആയിട്ട് ഫുൾ അവളെ കൂടെ കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ സ്റ്റേജിൽ ചെക്കനും പെണ്ണും അതുപോലെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഓരോ ഫാമിലീസ് ഒക്കെ ആയിട്ട് കയറിയിട്ട് ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും ഇവിടെ ഇരുന്നിട്ട് ജസ്റ്റ് എല്ലാവരും കൂടി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ നിക്കാഹ് ഇതിന് മുൻപ് കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ആ നിക്കാഹിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ അവിടെ സൈഡിൽ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ തലേ ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നമ്മളെല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിന്താത്ത, മോളൂന്, സഗു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു പരിപാടിക്ക്. പക്ഷെ ഞാൻ തലേദിവസം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് വീഡിയോ എടുക്കാന്നുള്ള രീതിയിൽ ഇരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് അതിനുശേഷം പിന്നെ നമുക്ക് പോവാന്നുള്ള രീതിയിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോരാണ്. വീട്ടിലെത്തിയപ്പോൾ തന്നെ പിന്നെ ഉമ്മതേ ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് നല്ലൊരു റിഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം അതേ ഉമ്മ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നുണ്ട് ഈ ഒരു പ്രീമിയം പീജിയൻ ഡ്രൈയിങ് മാറ്റ് എന്ന് പറയുന്നത്. അത് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണക്കാനൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഈ ഒരു നെറ്റിന്റെ ഉള്ളിൽ ഐറ്റംസ് ഇട്ടിട്ട് നമുക്ക് ഉണക്കാനും വേണ്ടി വെക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ബേർഡ്സും കാര്യങ്ങളൊന്നും അതിമ വന്നിരിക്കേ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ട് അത്യാവശ്യം വലിപ്പമുണ്ട് കണ്ട. ഇങ്ങനെ ഒരു സിപ്പ് കൊടുത്തിട്ടുണ്ട് ചുറ്റിനും, ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് അതിനുള്ളിൽ സാധനങ്ങൾ വെക്കാം, എന്നിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം, അങ്ങനത്തെ രീതിയിൽ. ഉമ്മത് ഓർഡർ ആക്കിയതിന് ശേഷമാണ് ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാകുന്നുള്ളത് അറിയണത്. അപ്പം മീഷോ എന്നാണ് കേട്ടോ ഇത് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതേ എല്ലാ കുട്ടീസും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് ഒരു ഹൊറർ ഫിലിമൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്നെയും കൂടിയും പിടിച്ചിരുത്തിയിട്ടുണ്ട്. അവർക്ക് ചെറിയ പേടിയുണ്ട്. അപ്പം പിന്നെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ സുഖമല്ലേ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഷോർട്ട് ഫിലിം കാണാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ബോറിംഗ് ആയിട്ട് തോന്നിയ കാരണം നമ്മൾ മാറ്റിയിട്ട് പിന്നെ ഒരു ഫിലിം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി അതൊക്കെ ഇരുന്ന് കാണാണ് കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരം ആയപ്പം ചായയും അതിലേക്ക് പഴം വാട്ടിയിട്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാർ ഷെഡ് ഉണ്ടാക്കാന്നുള്ള രീതിയിൽ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതേ ഇത്ര സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വൈകുന്നേരം ടൈമൊക്കെ ആയപ്പോൾ പിന്നെ നമ്മളെല്ലാവരും ഉപ്പാടമ്മയുടെ അടുത്ത് പോയി അവിടെ കുറച്ച് ടൈമൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ രാത്രി റിസ മക്രോണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പുളിമുട്ടായി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അതിൻ്റെ റെസിപ്പിയൊക്കെ നോക്കി വെച്ചിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്.
ഈ പുളി എന്ന് പറയുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഉള്ള പുളിയാണ് കേട്ടോ. അത് കാരണം ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വേറെ ഉപ്പ് ആഡ് ചെയ്യണില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒരു പാത്രത്തിൽ ഇട്ടിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുരു ഉള്ളതാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ നന്നായി കൈവച്ച് തിരുമ്മി അതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റണം. ഇത് കുരുവൊന്നും ഇല്ലാത്ത പുളി ആയതുകൊണ്ട് തന്നെ നമ്മളത് അങ്ങനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ഓട്ട വലിപ്പമുള്ള അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുന്നുണ്ട് നല്ലത്, അല്ലെങ്കിൽ അരിച്ച് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ഞാൻ അതേപോലെ തന്നെ ചെയ്തിട്ട് പിന്നെ മാറ്റിയിട്ട് കുറച്ച് വലിയ വലിയ ഹോൾസ് ഉള്ള ആ ഒരു അരിപ്പോലാണ് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഈ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ശർക്കര മെൽറ്റ് ചെയ്തത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര മെൽറ്റ് ചെയ്തിട്ട് അതും കൂടിയും ഇതിലേക്ക് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ പഞ്ചസാര പൊടിച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അത് കാരണം കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായി നമ്മളിതിനെ ആ ഒരു വാട്ടർ കണ്ടൻ്റൊക്കെ പോകുന്ന രീതിയിൽ അത്രയും ടൈം നമ്മൾ ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫൈനലി ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചെറിയ രീതിയിൽ ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു ചെറിയ ചൂടിൽ തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം കേട്ടോ. ഫൈനലി കുറച്ച് പൊടിച്ച പഞ്ചസാരയിൽ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ അടിപൊളി ടേസ്റ്റുള്ള പുളിമുട്ടായി റെഡിയാണ് കേട്ടോ. അപ്പം നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.